പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് നാം ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാക്യത്തിൽ നിന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ശക്തി നമുക്ക് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു, ദൈവ ബലം, ദൈവിക ശക്തി നമുക്ക് എന്തുകൊണ്ടാണ് ആവശ്യമായിരിക്കുന്നത് എന്നാണ് നാം ആ വീഡിയോയിൽ ചിന്തിച്ചത്. ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോ കാണുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളാണ് തുടർച്ചയായി നാം ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നാം സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംസാരിച്ചതിന്റെ ബാക്കിയായി നാം സംസാരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് കർത്താവിന്റെ ശക്തി നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കർത്താവിന്റെ ബലം പ്രാപിക്കുവാൻ കഴിയും, കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയും. പൗലോസ് നമ്മോട് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അപ്പോൾ ഈ ശക്തി നമുക്ക് എത്രത്തോളം ആവശ്യമായിരിക്കുന്നു എന്ന് നാം സംസാരിച്ചു. പക്ഷേ ഇതെങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കണം. ഇത് നമുക്ക് ആവശ്യമാണ്. ഈ ബലമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പല വിശ്വാസികളും വിചാരിക്കുന്നത്, പല ആളുകളും ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി ഇല്ലെങ്കിലും, ദൈവത്തിന്റെ അമിതമായ ബലം നമുക്കില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ദൈവിക ബലം വേണം. അതിന്റെ കാരണം നമുക്ക് പോരാട്ടമുണ്ട്, നമുക്കെതിരെ പൈശാചികമായ ആക്രമണങ്ങളുണ്ട്, അവന്റെ പോർവിളികളുണ്ട്, നമ്മുടെ നന്മയ്ക്ക് വിരോധമായി, അനുഗ്രഹത്തിന് വിരോധമായിട്ടുള്ള വലിയ വെല്ലുവിളികളുണ്ട്. നാം ശക്തരായി തീർന്നില്ലെങ്കിൽ, നാം ആത്മബലം ഏറ്റെടുത്തില്ലെങ്കിൽ ദൈവം നമ്മോട് പറഞ്ഞ നന്മകൾ പ്രാപിക്കുവാൻ നമുക്ക് കഴിയില്ല, ആത്മിക ജയം നേടുവാൻ നമുക്ക് കഴിയുന്നില്ല, ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയില്ല. നാം പരാജിതരായിത്തീരും. ജീവിതത്തിൽ നാം ക്ഷീണിച്ചു പോകും. ദൈവികമായ ഹിതത്തിലേക്ക് നമ്മൾ എത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവിക ബലം നമുക്ക് അത്യാവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ദൈവിക ബലം പ്രാപിക്കാൻ കഴിയുക? അതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഞാനൊരു 4 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും ഇന്ന്. എങ്ങനെ നമുക്ക് ദൈവിക ശക്തി പ്രാപിച്ചെടുക്കാം. ഒന്നാമത്തെ കാര്യം, വ്യക്തിപരമായി പ്രാർത്ഥനയിൽ കാത്തിരുന്ന് ദൈവമുഖം അന്വേഷിക്കുക എന്നുള്ളതാണ് ദൈവിക ബലം പ്രാപിക്കുവാനുള്ള ഒന്നാമത്തെ പടി. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യമാണ്. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനായ യെശയ്യാവ് ഒരു വലിയ സത്യം പറയുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രിയപ്പെട്ടവരെ, നാം ആത്മശക്തി പ്രാപിക്കണമെങ്കിൽ, ദൈവിക ബലം പ്രാപിച്ചെടുക്കണമെങ്കിൽ അതിന് നാം നമ്മുടെ കർത്താവിനെ കാത്തിരുന്നേ മതിയാകുകയുള്ളൂ. യഹോവയെ കാത്തിരുന്നേ മതിയാകുകയുള്ളൂ. സ്തോത്രം. അങ്ങനെ നാം കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാൻ നമുക്ക് കഴിയും. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. എല്ലാ പ്രതിബന്ധങ്ങളെയും, എല്ലാ മലകളെയും, എല്ലാ കുന്നുകളെയും, എല്ലാ പ്രശ്നങ്ങളുടെയും മുകളിലാണ് കഴുകൻ പറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മുകളിലൂടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തണമെങ്കിൽ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന ആത്മിക ബലം നമുക്കുണ്ടാകണമെങ്കിൽ കഴുകനെ പോലെ ഉയരത്തിൽ പറക്കാനുള്ള ശക്തി നാം നേടിയെടുത്തേ പറ്റുകയുള്ളൂ. അതിന് നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, അങ്ങനെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിച്ച് അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, അതൊരു ഓട്ടക്കളമാണ്.
ഈ ഓട്ടക്കളത്തിൽ നാം തളർന്നു പോയാൽ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തുവാൻ പറ്റുകയില്ല. വചനം പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രം. തളർന്നു പോകാതെ ഓടണമെങ്കിൽ, പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിൽക്കാതെ പ്രതികൂലങ്ങളെ മറികടക്കാൻ കഴിയണമെങ്കിൽ, ദാവീദ് പറഞ്ഞതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ശത്രുവായ പിശാച് നമുക്ക് വിരോധമായി ഉയർത്തുന്ന തടസ്സങ്ങളെ, ശത്രു നമുക്ക് വിരോധമായി ഉയർത്തുന്ന വെല്ലുവിളികളെ ചാടിക്കടക്കുവാൻ, മതിലുകളെ ചാടിക്കടക്കുവാൻ, പ്രതികൂലങ്ങളെ ചാടിക്കടക്കുവാൻ അസാമാന്യ കരുത്ത് നാം നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതിന് ദൈവസന്നിധി കാത്തിരിക്കുവാൻ നമുക്കിടയാകണം. അങ്ങനെ നാം കാത്തിരുന്നാൽ തളർന്നു പോകാതെ ഓടുവാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ, കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആർക്കും സമയമില്ല. സ്തോത്രം. എല്ലാവരും അവിടെ തിരക്കിട്ട കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ സമയമില്ല, ആരാധിക്കുവാൻ സമയമില്ല. പ്രാർത്ഥനയൊക്കെ ഒരു ചടങ്ങായി മാറിയിരിക്കുക. ദൈവസ്ഥലിൽ ഇരിക്കുന്നത് ഒരു ചടങ്ങായി മാറിയിരിക്കുക. എന്റെ ചോദ്യം, ദൈവസ്ഥലിൽ ഇരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവസ്ഥലിൽ ഒന്ന് കാത്തിരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവശക്തി ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി ഏറ്റെടുത്തില്ലെങ്കിൽ എങ്ങനെ നമുക്ക് തടസ്സങ്ങളെ മറികടക്കുവാൻ കഴിയും? എങ്ങനെ നമുക്ക് പ്രതികൂലങ്ങളെ ജയിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രാർത്ഥനയിൽ ദൈവത്തെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. അതുകൊണ്ട് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, നാം ദൈവത്തെ കാത്തിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, ഈ 2 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോടായി പറഞ്ഞ കാര്യം ഇങ്ങനെ അവിടെ വായിക്കുന്നു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ശിഷ്യന്മാരോട് താൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞേൽപ്പിച്ച കാര്യമാണ്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. സ്തോത്രം. അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മശക്തിയുടെ ഉറവിടം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോഴാണ്, ആത്മശക്തി നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നാം ശക്തരായി മാറുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ശക്തരായി മാറുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷ്യം, ആമേൻ, സ്തോത്രം, യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുമെന്ന് കർത്താവ് പറയുക. കർത്താവ് പറഞ്ഞതുപോലെ അവർ കാത്തിരിക്കാനിടയായി. ആമേൻ. അവർ യെരൂശലേമിൽ കാത്തിരുന്നു. 120 പേരുടെ മേലെ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആമേൻ. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആത്മബലത്താൽ നിറഞ്ഞവരെ ആ കരുത്തോടെ ലോകത്തിന്റെ അറ്റം വരെ അവിടുത്തെ വചനവുമായി പോകുവാനിടയായി. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, തകർക്കുവാൻ ശത്രു ഒത്തിരി വെല്ലുവിളിച്ചു. പക്ഷേ സകല തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് അവർ ദൈവരാജ്യത്തിന് വേണ്ടി കരുത്തോടെ നിന്നത് ആത്മാവിന്റെ ബലത്തിലാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, ആത്മാവിന് വേണ്ടി കാത്തിരിക്കുവാൻ, ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, സമയം വേർതിരിച്ച് കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കുവാൻ, അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കുവാൻ ദൈവം ഇന്നും വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മബലം നമ്മിൽ എങ്ങനെ വരും? പ്രാർത്ഥനയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് വാക്കുകൾ പറയുമ്പോൾ ഒരു പരമാർത്ഥം കൂടെ പറയാതിരിക്കാൻ വയ്യ. ഇന്ന് എവിടെ നോക്കിയാലും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. 21 ദിവസം 40 ദിവസമൊക്കെ പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ഒക്കെയുണ്ട്. പക്ഷേ നാം ആ പ്രാർത്ഥനകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, ആ ഉപവാസങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, എന്തിനു വേണ്ടിയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇതൊന്നും ആത്മബലത്തിന് വേണ്ടിയല്ല. ഒരു നല്ലൊരു ശതമാനവും
അങ്ങനെ ആത്മശക്തിക്ക് വേണ്ടി, ആത്മബലത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഇരിക്കുന്നവരുണ്ടാകാം, വളരെ കുറച്ചു മാത്രം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു നല്ല വിഭാഗം ആളുകളും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ വെക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണെന്നറിയാമോ? താൽക്കാലികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി, ഭൗതികമായ വിടുതലിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി, വിടുതലുകൾക്ക് വേണ്ടിയൊക്കെ മാത്രമായി ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ചുരുങ്ങിപ്പോകുക. ഒരു കാര്യം ഞാൻ പറയാം, ഭൗതിക വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിശ്ചയമായും ശത്രു ചില പോരാട്ടങ്ങൾ ഒരുക്കും. പ്രാർത്ഥിച്ചു നാം അതിനുമേൽ ജയമെടുക്കണം. നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? തീർച്ചയായും പ്രാർത്ഥിക്കണം. പക്ഷേ എന്റെ ചോദ്യം, അടിസ്ഥാനപരമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആത്മശക്തിക്ക് വേണ്ടിയാണ്, ആത്മബലത്തിന് വേണ്ടിയാണ്. എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം? ആത്മബലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആത്മശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, സകല തടസ്സങ്ങളെയും പ്രാർത്ഥനയിൽ നമുക്ക് തകർക്കുവാൻ കഴിയും. ആത്മബലം ലഭിച്ചവന്റെ പ്രാർത്ഥന അതില്ലാത്തവന്റെ പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യാസമാണ്. ആത്മശക്തി ലഭിച്ചവന്റെ പ്രാർത്ഥന അതില്ലാത്തവരുടെ പ്രാർത്ഥനയിൽ വ്യത്യാസമാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നമുണ്ടെങ്കിൽ, പ്രശ്നം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? കർത്താവേ, അങ്ങയുടെ ബലം എന്റെ മേൽ പകരണമേ, അങ്ങയുടെ അഭിഷേകം എന്റെ മേൽ പകരണമേ, അവിടുത്തെ ശക്തി എന്റെ മേൽ പകരണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവിന്റെ കരുത്ത്, അവിടുത്തെ കൃപ, അവിടുത്തെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറാനിടയായി തീരും. നിങ്ങളുടെ അന്യഭാഷയുടെ രീതി മാറാനിടയായി തീരും. നിങ്ങൾക്ക് കരുത്ത് വർദ്ധിക്കാനിടയായി തീരും. ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാനുള്ള ആത്മബലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുവാനിടയായി തീരും. എത്ര വലിയ കെട്ട് ശത്രു കെട്ടിയാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, പ്രാർത്ഥനയാൽ, നിന്റെ ആരാധനയാൽ, നിന്റെ സ്വന്തം ആത്മീയമായ കരുത്തിനാൽ, കൃപയാൽ ഈ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് താൽക്കാലികമായ പ്രശ്നങ്ങളുടെ വിടുതലല്ല, നന്മകൾക്കല്ല, അനുഗ്രഹങ്ങൾക്കല്ല, പകരം ആത്മശക്തിക്കായി ജനം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ പ്രാർത്ഥനകൾ നമുക്കൊരു വലിയ മാതൃകയാണ്. പൗലോസ് എപ്പോഴും ആഗ്രഹിച്ചു, ദൈവത്തിന്റെ ജനം ഈ ആത്മശക്തിയാൽ നിറയണം, ഈ ദൈവിക ബലത്താൽ നിറയണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന നിങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം, സാമ്പത്തികമായ ഞെരുക്കത്തിൽ ഭാരപ്പെടുന്നവരായിരിക്കാം, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരായിരിക്കാം, ഈ ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് ഈ വചനം കേൾക്കുന്നവരുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പല പ്രശ്നങ്ങളുടെ മേലും നിങ്ങൾക്ക് ജയം എടുക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? പല പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ ഇങ്ങനെ ഞെരുക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ശക്തി നിങ്ങൾക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ആത്മബലം നിങ്ങളിൽ കുറഞ്ഞു പോയത് കൊണ്ടാണ്. ആത്മശക്തി നിങ്ങളിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആത്മീക ബലം നിങ്ങൾ ഏറ്റെടുക്കാമെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഏറ്റെടുക്കാമെങ്കിൽ, ഈ ആത്മശക്തിക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഈ ആത്മബലം നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന അത് ഫലമുളവാക്കുന്ന പ്രാർത്ഥനയാകെ മാറും. നിങ്ങളുടെ ആരാധന വ്യത്യാസമാകും. നിങ്ങളുടെ അന്യഭാഷ കരുത്തുള്ളതായി മാറും. ഏത് കോട്ടകളെ തകർക്കുവാൻ വചനം പറയുന്നത് പോലെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ തകർക്കുവാൻ ശക്തിയുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവൻ അഭിഷേകം പ്രാപിച്ച, കൃപ പ്രാപിച്ച, ആത്മബലം പ്രാപിച്ച ദൈവവേദന പ്രാർത്ഥനയുടെ മുമ്പിൽ, അവന്റെ അഭിഷേകത്തിന് മുമ്പിൽ ഒരു ശത്രുവിന് നിൽക്കാൻ പറ്റുകയില്ല, ഒരു കോട്ടയ്ക്കും ഉയർന്നു നിൽക്കാൻ പറ്റുകയില്ല. വചനം പറയുന്നത് പോലെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ തന്നെ കൃപ കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആണിക്കല്ല് കയറ്റും. പ്രിയപ്പെട്ടവരെ, ആത്മബലം പ്രാപിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന കാരണം. പ്രാർത്ഥനയിൽ പോരാടണം, ഉപവസിക്കണം. ഈ ദിവസങ്ങളിൽ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പക്ഷേ ഒരു നിമിഷം ഒരു ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ഒരു ആത്മീക ബലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളോട് പോരാടുന്ന വൈരികളോട് ജയമെടുപ്പാൻ, നിങ്ങളോട് വിരോധമായി നിൽക്കുന്ന പാതാള ശക്തികളുടെ മേൽ നിങ്ങൾക്ക് ജയമെടുക്കുവാൻ, നന്മകളെ തടയുന്ന അവൻ പിശാചിന്റെ മേൽ ജയമെടുപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ആത്മബലം, ആത്മീയ അധികാരം, ആത്മകൃപ പ്രാപിച്ചെടുക്കണം. അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആത്മബലത്തിന് വേണ്ടിയുള്ളതാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ ദൈവത്തിന് മുഖം കാത്തിരുന്നാൽ, പ്രാർത്ഥനയിൽ ഉപവാസത്തില് ദൈവമുഖം കാത്തിരിക്കാമെങ്കിൽ നിശ്ചയമായും നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, നിങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന, ആത്മബലത്താൽ നിറയ്ക്കുന്ന, തന്റെ ശക്തിയാൽ നിറയ്ക്കുന്ന, ശക്തി കൊണ്ട് അരമുറുക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. അത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ആത്മബലം പ്രാപിക്കുവാനുള്ള ആദ്യത്തെ മാർഗമാണ് നമ്മൾ പറഞ്ഞത്, പ്രാർത്ഥനയോടെ ദൈവത്തെ കാത്തിരിക്കുക. രണ്ടാമത്തെ വിഷയം ഞാൻ നിങ്ങളോട് പറയുന്നു, വചനത്തിൽ വസിക്കുക. അവിടുത്തെ തിരുവചനത്തിൽ വസിക്കുക, ദൈവവചനത്തിൽ ജീവിക്കുക. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു പിശാചിനെ പരാജയപ്പെടുത്തിയത് ദൈവവചനം ഉപയോഗിച്ചാണ്. സാത്താൻ യേശുവിനെതിരെ കൊണ്ടുവന്ന 3 പരീക്ഷകളെയും വചനം ഉപയോഗിച്ച് കർത്താവ് ജയിച്ചു. 3 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് ആദ്യത്തെ വചനം യേശു ഉച്ചരിച്ചപ്പോൾ സാത്താൻ അവിടെ പരാജയപ്പെടുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന രണ്ടാമത്തെ വചനം കർത്താവ് ഉപയോഗിച്ചപ്പോൾ സാത്താൻ വീണ്ടും പരാജയപ്പെടുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന വചനം ഉപയോഗിച്ചപ്പോൾ ശത്രുവിത പരാജയം സമ്മതിച്ചു പോവുക. ഇന്ന് വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശത്രുവിനെ ജയിക്കുവാൻ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല വെല്ലുവിളികളെയും ജയിക്കുവാൻ ദൈവവചനത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ, വചനം നിങ്ങളിൽ വസിക്കാൻ തുടങ്ങിയാൽ, ശരിയായ വചനം ശരിയായ സമയത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള ഒരു കരുത്ത് നിങ്ങൾ നേടിയാൽ നിങ്ങൾ ജയിക്കാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തി, ആത്മബലം തിരുവെഴുത്ത് നിങ്ങൾക്ക് നൽകും. വചനം അറിയുന്നവർ അവർ ആത്മബലം പ്രാപിച്ചവരാ. ഇതൊരു വലിയ കരുത്ത, വചനത്തിന്റെ അറിവ് ഒരു വലിയ കരുത്ത. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. കണ്ടോ, ബാല്യക്കാരോട് പറയുക, നിങ്ങൾ ശക്തരാണ്, ദൈവവചനം നിങ്ങളിൽ വസിക്കാൽ നിങ്ങളെ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്താ ദുഷ്ടനെ ജയിക്കാനുള്ള കാരണം? ശത്രുവിന്റെ പദ്ധതികളെ പൊളിക്കാനുള്ള കാരണം എന്താ? വചനം വായിച്ചത് കൊണ്ട്, കേവലം വായന കൊണ്ടല്ല, കേവലം വചനത്തിന്റെ കേൾവി കൊണ്ടല്ല, പകരം തിരുവെഴുത്തവരിൽ വസിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്ഥിരമായി, സ്ഥായിയായി വചനം അവരിൽ വസിക്കാൻ തുടങ്ങി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മുഴു ആളത്വത്തിലും വചനം വസിക്കാൻ തുടങ്ങണം. സാക്ഷാൽ തിരുവെഴുത്ത് നമ്മുടെ അകത്ത് വസിക്കാൻ തുടങ്ങിയാൽ വചനം നമ്മെ ശക്തരാക്കുവാനിടയായി തീരും. അതിനെന്ത് ചെയ്യണം? വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. ഈ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വചനത്തെ എത്ര ശക്തി ഉപയോഗിച്ച്, നമ്മുടെ മുഴുവൻ കരുത്ത് ഉപയോഗിച്ച് അതനുസരിക്കുവാനുള്ള കൃപ നിങ്ങൾ നേടിയെടുത്താൽ നിങ്ങൾ കരുത്തരായി മാറുകയാണ്. ഓരോ ദിവസവും ശക്തരായി മാറുകയാണ്. ആത്മശക്തി എങ്ങനെ പ്രാപിക്കാം? വചനം അനുസരിക്കുന്നതിലൂടെ, വചനം ധ്യാനിക്കുന്നതിലൂടെ. തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ വസിക്കാൻ തുടങ്ങുന്നത് പോലെ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രൈസ് ദി ലോർഡ്. യോശുവയോട് കൽപ്പിക്കുക. 8-ാം വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരുവെഴുത്തിന്റെ ശക്തി കണ്ടോ? ഈ വചനം സ്തോത്രം അനുസരിച്ച് നടക്കാനുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്തോത്രം, ഈ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫിലദൽഫിയയിലെ സഭയോട് ദൂത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ സ്തോത്രം നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവശക്തി എന്തെന്നറിയാമോ? എപ്പോഴാ വെളിപ്പെടുന്നറിയാമോ? വചനം അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ്. വചനം അനുസരിക്കുവാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ, വായിക്കുന്ന തിരുവെഴുത്ത് അനുസരിച്ച് ഒന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കരുത്തുള്ളവരായി മാറുകയാണ്. അതാത് സമയങ്ങളിൽ പറയേണ്ട വചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് തന്നാൽ ശത്രു ഓടി മാറുകയാണ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഒരൊറ്റ വാക്കല്ലേ,
3 വാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ, സാത്താൻ ഓടിപ്പോയി യേശു കർത്താവിന്റെ അടുക്കൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇന്ന് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന വെല്ലുവിളികൾ, അല്ലെ, അതിന് അനുയോജ്യമായി ആത്മാവ് നൽകുന്ന തിരുവെഴുത്തിന്റെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ചില പ്രശ്നങ്ങൾ എന്നേക്കുമായി മാറിപ്പോകും. അത് പറയണമെങ്കിൽ വചനം വസിക്കാൻ തുടങ്ങണം. ഇതാ ഒരു ദൈവപൈതലിന്റെ കരുത്തെന്ന് പറയുന്നത്. അവന്റെ അകത്ത് തിരുവെഴുത്ത് വസിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുക. സമയമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത് കേട്ടോ. വചനം വായിക്കുക, ധ്യാനിക്കുക, അതനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനമെടുത്താൽ വചനം നിങ്ങൾ വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കരുത്തുള്ളവരായി മാറും. നിങ്ങൾ ദൈവിക ബലമുള്ളവരായി മാറും. ദൈവവചനത്തിലൂടെ ദൈവ ശബ്ദം നിങ്ങൾ കേട്ട് ആ വെളിപ്പെടുത്തുന്ന ദൈവത്തിനനുസരിച്ച് നിരന്തരം ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ആത്മീക കരുത്തുള്ളവരായി മാറും. ഇന്നലത്തെക്കാൾ ഇന്ന് നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകും. അടുത്ത ദിവസം അതിലും കരുത്തുള്ളവരായി മാറും. ഒരു ശത്രുവിനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. വചനമാകത്തില്ലെങ്കിൽ ശത്രു നിങ്ങളെ വീഴ്ത്തിക്കളയാനിടയായി തരും. വചനം നിങ്ങളുടെ അകത്തില്ലെങ്കിൽ പിശാച് നിങ്ങളെ തകർത്തി കളയാനിടയായി തരും. പല ആളുകൾക്കും ആരാധനയുണ്ട്, പാട്ടുണ്ട്, ഭയങ്കര ആരാധനയും പാട്ടുമൊക്കെ ഉണ്ട്. പക്ഷെ വചനത്തെ സംബന്ധിച്ച് കാര്യമായ ഉറപ്പില്ല. ദൈവാരാധനയെ സംബന്ധിച്ച് കാര്യമായ ഉറപ്പില്ല. ഈ ദിവസങ്ങളിൽ വചനത്തിലേക്ക് ജനം എപ്പോൾ മടങ്ങി വരുമ്പോ അപ്പോഴാണ് ദൈവത്തിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കുവാനിടയായി തീരുന്നത്. വചനമനുസരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ സ്തോത്രം, ദൈവശക്തി വ്യാപരിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി പ്രാപിക്കുവാൻ, ആത്മബലം പ്രാപിക്കുവാനുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന്, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. 2, ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കുവാൻ അനുവദിക്കുക. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് 3-ാമത്തെ കാര്യം ചിന്തിക്കാം. എന്താണ് 3-ാമത്തെ വിഷയം? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു വിശുദ്ധ ജീവിതത്തിന് നമ്മെ സമർപ്പിക്കണം. ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടെങ്കിലേ ദൈവത്തിന്റെ ശക്തി അവിടെ ഒഴുകി വരികയുള്ളൂ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അശുദ്ധി വന്നാൽ, പാപം പ്രവേശിച്ചാൽ ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് മാറിപ്പോകും. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇന്ന് ദൈവസഭയുടെ ഒരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന അനേകരും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പണ്ട് ഒരുപാട് ശക്തി ഉണ്ടായിരുന്നു, പണ്ട് ആത്മബലമുണ്ടായിരുന്നു, എന്തും നേരിടുവാനുള്ള കരുത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാര്യമെന്താ? ശക്തി ചോർന്നുപോയി, ബലം കുറഞ്ഞുപോയി. എന്താ അതിന് കാരണം? സ്തോത്രം. ദൈവിക വിശുദ്ധിയിൽ നിൽക്കാൻ കഴിയാതെ പാപം പ്രവേശിച്ചു എന്നുള്ളതാണ് അതിന്റെ കാര്യമെന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ, സ്തോത്രം, നിങ്ങളെയും എന്നെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കും. ദൈവം പറയുക, നിങ്ങളുടെ പാപമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാതെ വണ്ണം നിങ്ങളെ അകറ്റിയിരിക്കുന്നത്. ആ വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന് 2-ാം വാക്യം, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ, അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പ്രിയപ്പെട്ടവരെ, പാപം വരുത്തുന്ന വലിയ വിനാശകരമായ കാര്യം കണ്ടോ? വലിയ പ്രതിസന്ധി കണ്ടോ? ദൈവ സാന്നിധ്യത്തെ അകറ്റിക്കളഞ്ഞു. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാ. ദൈവം വരുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത്. കർത്താവ് നമ്മിൽ വസിക്കാൻ തുടങ്ങുമ്പോഴാണ് നാം ശക്തരായി മാറുന്നത്. ഇവിടെ നോക്കിക്കേ, പാപം വന്നപ്പോൾ, അശുദ്ധി വന്നപ്പോൾ ദൈവ സാന്നിധ്യം മാറിപ്പോയി. കാരണം എന്താ? ദൈവം വിശുദ്ധനാകിയാൽ അശുദ്ധിയോട് ദൈവത്തിന് സമ്പർക്കമില്ല, പാപത്തോട് ദൈവം അടുത്തു വരില്ല. അതുകൊണ്ട് സ്തോത്രം, എങ്ങനെ ജീവിച്ചാലും ദൈവശക്തി ഇരിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. ദൈവിക വിശുദ്ധിയിൽ നടക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ ബലം വെളിപ്പെട്ടു വരുന്നത്, അഭിഷേകം വെളിപ്പെട്ടു വരുന്നത്. പഴയ നിയമത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു കഥാപാത്രം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ ശിംശോന്റെ കഥയാണ്. ശിംശോൻ വലിയ ശക്തനായിരുന്നു. ശിംശോന്റെ വീര്യപ്രവൃത്തികൾ, ദൈവശക്തിയാൽ അവൻ ചെയ്ത അത്ഭുതങ്ങൾ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. വളരെ നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ്. അവൻ ഫെലിസ്തീനോടും അന്നുണ്ടായിരുന്ന ജാതികളോടൊക്കെ പ്രവർത്തിച്ച ദൈവശക്തിയാൽ അവനിലൂടെ നടന്ന അത്ഭുതങ്ങൾ ഭയങ്കരമായിരുന്നു. ശിംശോന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം വളരെ ശക്തമായിരുന്നു. പക്ഷേ
ശിംശോൻ പാപം ചെയ്തു. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവന്റെ ജീവിതത്തിൽ അശുദ്ധി വന്നു, പാപം വന്നു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, തൊടാൻ പാടില്ലാത്തത് തൊട്ടു, അല്ലേ? അങ്ങനെ ജീവിതത്തിൽ അശുദ്ധി വന്നപ്പോൾ നാം വായിക്കുന്നത് ദൈവശക്തി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. വളരെ സങ്കടകരമായ ഒരു വാക്യം. ആമേൻ. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഫെലിസ്ത്യർ ആക്രമിക്കാനായിട്ട് വരിക. അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു: ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ വാർത്ത കേട്ടു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. സ്തോത്രം. ഇതിനു മുമ്പ് ഇതുപോലെ ഫെലിസ്ത്യർ വന്നപ്പോൾ, ശത്രുക്കൾ വന്നപ്പോൾ, അവനവനെ കെട്ടിയപ്പോൾ ഇവനതെല്ലാം കുടഞ്ഞു പൊട്ടിച്ചു കളഞ്ഞതാണ്. സ്തോത്രം. പക്ഷേ ഇവിടെ ഇതാ ശിംശോൻ എഴുന്നേറ്റ് കുടഞ്ഞു കളയുവാൻ എഴുന്നേൽക്കുകയാണ്. പക്ഷേ നാം മനസ്സിലാക്കുന്നു, യഹോവ തന്നെ വിട്ടുപോയി എന്ന് ശിംശോൻ അറിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് അനേകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം, ദൈവ സാന്നിധ്യം നമ്മളിൽ വിട്ടുപോയി, ദൈവത്തിന്റെ ശക്തി നമുക്ക് ചോർന്നു പോയിരിക്കുന്നു എന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് പല ആളുകളും. അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് കർത്താവ് കൂടെയുണ്ട്, ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. അവർ പാപത്തിൽ ജീവിച്ചപ്പോഴും, അശുദ്ധിയിൽ ജീവിച്ചപ്പോഴും, ജീവിതത്തിൽ മാനസാന്തരപ്പെടാതെ ജീവിക്കുമ്പോഴും ദൈവം കൈവിട്ടിട്ടില്ലെന്നും ദൈവം കൂടെ ഉണ്ടെന്നും ഒക്കെ വിചാരിച്ച്, അല്ലെ, ഒരു വൃഥാ സ്വപ്നത്തിൽ, അല്ലെ, സ്വപ്നത്തിൽ ജീവിക്കുന്നവരെ പോലെ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ അവരിപ്പോഴും, അല്ലെ, വിചാരിക്കുന്നത് ദൈവശക്തി അവൻ കൂടെ ഉണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പാപവും അശുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും ആരാധന മുറ പോലെ നടക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ മുറ പോലെ നടക്കുന്നുണ്ട്, പാട്ട് നന്നായി പാടുന്നുണ്ട്, അല്ലെ, അന്യഭാഷ പറയേണ്ടവർ പറയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ, അല്ലെ, അശുദ്ധി വന്നു, പാപം വന്നു, പരിഹാരം വരുത്താതെ അതിൽ മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത്, എന്നാലും എനിക്ക് പാടാൻ കഴിയുന്നുണ്ടല്ലോ, അല്ലെ, ജീവിതത്തിൽ പരാജയമുണ്ടെങ്കിലും അന്യഭാഷ പറയാൻ കഴിയുന്നുണ്ടല്ലോ, ആരാധിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ദൈവശക്തി എന്നെ വിട്ടുപോയിട്ടില്ല, ദൈവ സാന്നിധ്യം എന്നെ വിട്ടുപോയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പ്രതിസന്ധി വരുമ്പോഴാണ് നാം തകർന്നു എന്ന് മനസ്സിലാകുന്നത്. നമ്മളെ കൊണ്ടത് മറികടക്കാൻ കഴിയില്ല എന്ന് യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത്. പണ്ടൊക്കെ ഏത് വിഷയം വന്നാലും, ഏത് പ്രശ്നം വന്നാലും ധൈര്യത്തോടെ ആളുകൾ പറയും, നിശ്ചയമായി ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കും. കാരണം പ്രാർത്ഥിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു, ആരാധിക്കുവാനുള്ള ബലം അവർക്കുണ്ടായിരുന്നു, പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ആത്മബലം അന്ന് അകത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്തോ വയ്യ, ആളുകൾ ക്ഷീണിച്ചു പോയി, തളർന്നുപോയി. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ആളുകൾ അടുത്ത ആളുകളെ വിളിക്കുക, പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ സഹായിക്കണം. നിശ്ചയമായും മറ്റുള്ളവരുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്, അത് ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞത് സ്വന്തമായി നിൽക്കാനുള്ള കരുത്ത് ചോർന്നു പോയതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആമേശ്വത്ര പരാജയപ്പെട്ടതിന്റെ കാരണം നമ്മിൽ ദൈവ സാന്നിധ്യം കുറഞ്ഞു പോയത് നമ്മൾ അറിഞ്ഞില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അവൻ അശുദ്ധി കയറി, പാപം നമ്മളെ വല്ലാതെ ആക്രമിച്ചു. അവൻ പരിഹാരം വരുത്താതെ, ഏറ്റുപറഞ്ഞുപേക്ഷിക്കാതെ ജീവിതത്തിൽ പരാജയത്തിൽ ജീവിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് മാറിപ്പോകും. ദൈവ സാന്നിധ്യം മാറിപ്പോയാൽ ദൈവശക്തി ചോർന്നു പോയെന്നാണ് അതിന്റെ അർത്ഥം. അവൻ പിന്നെ ശത്രുവിന് നമ്മെ താമേശ്വത്രം ഉപദ്രവിക്കാൻ കഴിയും. അല്ലേ, നാം വായിക്കുന്നത് ശിംശോനെ, അല്ലേ, അവൻ അവരിട്ട് കളിപ്പിക്കുന്ന, അല്ലെ, ഒരു സംഭവം. അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചങ്ങലയിൽ ബന്ധിച്ച്, അല്ലെ, ഒരു വലിയ പ്രതിസന്ധി, അഭിഷിക്തന്റെ ജീവിതം തകർന്നു കിടക്കുന്ന കാഴ്ച വലിയൊരു ദുരന്ത ചിത്രമാണ്. അത് വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. പാപം വിട്ട്, അശുദ്ധി വിട്ട്, വിശുദ്ധിയോടെ, കൃപയോടെ നിന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം ശത്രുവിന്റെ കയ്യിലെ കളിപ്പാവകൾ പോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനം മടങ്ങി വരട്ടെ, നമുക്ക് ദൈവത്തിൽ മടങ്ങി വരാം, കരുത്തു പ്രാപിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം, പാപമേറ്റു പറയാം, കർത്താവിനോട് പറയാം, കർത്താവേ, ഒരു വിശുദ്ധ ജീവിതത്തിന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നിശ്ചയമായും പാപങ്ങളെ ക്ഷമിച്ച്, കുറവ് ക്ഷമിച്ച് നമ്മളെ നഷ്ടപ്പെട്ട ദൈവിക വിശുദ്ധിയിലേക്ക്, കൃപയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് അനുതാപത്തോടെ പാപമേറ്റു പറഞ്ഞ് ഈ ദിവസങ്ങളിൽ നിലവിളിക്കാൻ തയ്യാറായാൽ കർത്താവ് തന്റെ ശക്തിയാൽ നമ്മളെ നിറയ്ക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആത്മശക്തി പ്രാപിക്കുവാൻ, ദൈവശക്തി പ്രാപിക്കുവാനുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുവരെ നാം സംസാരിച്ചത്. 1, പ്രാർത്ഥനയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. 2, ദൈവവചനം നമ്മിൽ വസിക്കുവാൻ നാം അനുവദിക്കുക. 3, ഒരു വിശുദ്ധ ജീവിതത്തിന് നമ്മളെ ഏൽപ്പിക്കുക. 4ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കും. ഈ 4 കാര്യങ്ങൾ മാത്രമല്ല, അനേക കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പത്തിൽ ചിന്തിക്കാൻ കഴിയും. പക്ഷേ എനിക്ക് പ്രധാനമെന്ന് തോന്നിയ ഈ 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. 4ാമത്തെ വിഷയം,
കൂട്ടായ്മ എന്നുള്ളതാണ്, ഫെലോഷിപ്പ് എന്നുള്ളതാണ്. കൂട്ടായ്മ നമുക്ക് ബലം തരുന്നതാണ്. കൂട്ടായ്മ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകുന്നതാണ്. കൂട്ടായ്മ നമ്മെ ആത്മീകമായി ശക്തീകരിക്കുന്നതാണ്. ഈ കൂട്ടായ്മ ദൈവം സ്ഥാപിച്ചത്, സഭ സ്ഥാപിച്ചത്, സ്തോത്രം, നാം അവന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുവാനും തലയായ അവനിൽ നിന്ന് വരുന്ന സകല നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ച് ദൈവിക അനുഗ്രഹം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ സഭയെ ആക്കി വച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂട്ടായ്മ നമ്മെ ശക്തീകരിക്കുന്നതാണ്. നമുക്കറിയാം, കൂട്ടായ്മയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരാധന എന്ന് പറയുന്നത്. 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ ആരാധനയുടെ നടുവിൽ ഇറങ്ങി വരും. ഒത്തൊരുമിച്ചുള്ള നമ്മുടെ കൂട്ടായ്മയിൽ ആത്മസാന്നിധ്യം വ്യാപരിക്കണം. അങ്ങനെ ആത്മസാന്നിധ്യം വ്യാപരിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ആ ആത്മശക്തി വരുന്ന എല്ലാവരെയും നിറയ്ക്കുവാനിടയായിത്തീരും. ആര് ഏൽപ്പിച്ചു കൊടുക്കുമോ അവരെ ഈ ആത്മസാന്നിധ്യം നിറയ്ക്കുവാനിടയാകും. അതുകൊണ്ട് നിങ്ങളുടെ സഭയിലെ കൂട്ടായ്മ വളരെ വിലപ്പെട്ടതാണ്. കൂട്ടായ്മയിലെ ആരാധനയിൽ ഒഴിഞ്ഞിരിക്കാതെ ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആരാധനയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സമർപ്പണത്തോടെ നിങ്ങൾ ആരാധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മസാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ, ദൈവശക്തിയിൽ നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരണം. അതുകൊണ്ട് ആരാധന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, സ്തോത്രം, ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പം നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പെന്തിക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ സഭയുടെ ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാവ് വന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത്. സ്തോത്രം. അന്നിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നും ആമേൻ ഈ ലോകത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ ജീവിതത്തിൽ ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ആ ആത്മാവിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ആരാധനയ്ക്കകത്ത് ആത്മസാന്നിധ്യം വ്യാപരിക്കാനിടയാവും. ഒത്തൊരുമിച്ച് ആരാധനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്നുവെങ്കിൽ, ആരാധനയ്ക്ക് ദൈവത്തെ ബഹുദ്ധീകരിക്കുന്നതിന് നാം തയ്യാറാകുന്നുവെങ്കിൽ ആ ആരാധനയിൽ ഒരു ആത്മസാന്നിധ്യം വ്യാപരിക്കുകയും എല്ലാവരും നിറയപ്പെടുവാനിടയായി തീരും. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ: അവർ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ ആരാധനയുടെ അകത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കും. നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. ഞാനും ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ആളാണ്. പണ്ട് നമ്മുടെ ആരാധനയിൽ, ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ, സ്തോത്രം, അഭിഷേകം പ്രാപിക്കുമായിരുന്നു എല്ലാവരും. കാരണം വലിയ ദൈവസാന്നിധ്യം ആരാധനയിൽ വെളിപ്പെടും. ഒരുമിച്ച് ആത്മാർത്ഥതയോടെ, പരമാർത്ഥതയോടെ എവിടെ ആര് ദൈവത്തെ ആരാധിക്കുമോ അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടുവാനിടയാവും. അവിടെ സമർപ്പണത്തോടെ ഇരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഇന്ന് നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ആരാധന നയിക്കുമ്പോൾ വലിയ ആത്മസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, അതിനുവേണ്ടി ഒരുങ്ങിയാട്ടെ. പരസ്പര കുറവുകൾ ഏറ്റുപറഞ്ഞ് ആത്മസാന്നിധ്യത്തിന് വരുന്നതിന് തടസ്സമായിരിക്കുന്ന സകല പാപങ്ങളും പരാജയങ്ങളും ഏറ്റുപറഞ്ഞ് ജനം അനുതാപത്തോടെ ദൈവത്തിൽ കൂടി വരാമെങ്കിൽ നമ്മുടെ ആരാധന വലിയ ദൈവസാന്നിധ്യം വരികയും ആ ദൈവസാന്നിധ്യം ആളുകളെ നിറയ്ക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ കാര്യം, കൂട്ടായ്മയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. പരസ്പരമുള്ള പ്രാർത്ഥന. സ്തോത്രം. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ, പരസ്പരം ഭാരങ്ങളെ ചുമന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, കൂടെയുള്ള ഒരാളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുവാനിടയാവും. ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് കൈവച്ച് അനേകർക്ക് വേണ്ടി അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. ദൈവസഭയിൽ അത് തുടർന്നു വന്നിരുന്ന കാര്യമാണ്. കൈവച്ചു പ്രാർത്ഥിക്കുമ്പോൾ അനേകർ അഭിഷേകത്താൽ നിറയപ്പെടാനിടയായിത്തീരും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. വ്യക്തിപരമായി നാം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ചയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് കൂട്ടായ്മ വളരെ വിലപ്പെട്ടതാണ്. 3-ാമത്തെ കാര്യം, ആരാധന നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. വ്യക്തിപരമായി വചനം വായിക്കുകയും ധ്യാനിക്കുകയും അനുസരിക്കുകയും അത് നമ്മിൽ വസിക്കുകയും വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇത് വചനത്തിന്റെ കേൾവിയാണ്. ദൈവസഭയിൽ ആത്മനിറവോടെ, ആത്മാവിന്റെ അഭിഷേകത്തോടെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കപ്പെടുമ്പോൾ, വചനം ശുശ്രൂഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയുമോ? കേൾക്കുന്നവരിൽ അത് വിശ്വാസമായി പരിണമിക്കുവാനിടയായിത്തീരും. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചന കേൾവിയിൽ വിശ്വാസം ഉണ്ടാകാം. ആത്മനിറവിൽ വചനം ഘോഷിക്കുന്നിടത്ത് ആത്മസാന്നിധ്യം വെളിപ്പെടും. വചനം പറയുന്നു, വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ
തന്നെ കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് ഞാൻ ഈ വചനം യൂട്യൂബിലൂടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾ ഇത് കേൾക്കുമെങ്കിൽ ഈ വചനത്തിലൂടെയും നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് കൂട്ടായ്മയിൽ കേൾക്കുന്ന തിരുവെഴുത്തുകൾ, ആത്മനിറവിൽ പറയുന്ന വചനങ്ങൾ ആളുകളെ ആത്മാവിൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ ആത്മസാന്നിധ്യം വരുമ്പോൾ ആളുകൾ ശക്തരാകുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആത്മശക്തിയിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മനിറവുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ പോകണം. അവിടെ സംബന്ധിച്ച് ആത്മനിറവിലുള്ള ആരാധനയിൽ പങ്കെടുക്കണം. അവിടുത്തെ ആത്മനിറവിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കണം. ആത്മനിറവിലുള്ള വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളെ കരുത്തരാക്കും, അത് നിങ്ങളെ ശക്തരാക്കും, അത് നിങ്ങൾക്ക് ഒത്തിരി ആത്മിക ബലം തരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. അങ്ങനെ തന്നെ വചനം പഠിപ്പിക്കുന്ന പ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പറയുന്നു, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മെ ശക്തീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇന്നിവിടെ അവസാനിപ്പിക്കുക. പൗലോസ് പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. അമിതബലത്തിൽ ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നാം ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിച്ചത് എങ്ങനെ ആത്മശക്തി പ്രാപിക്കാം, എങ്ങനെ ആത്മബലം പ്രാപിക്കാം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. 1, വ്യക്തിപരമായി പ്രാർത്ഥനയിൽ നാം ദൈവമുഖം അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കണം. നിരന്തരം തിരുവെഴുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് വചനം നമ്മിൽ വസിക്കുവാനിടയാകണം. 3, ഒരു പരിശുദ്ധമായ, ഒരു വിശുദ്ധമായ ഒരു ജീവിതത്തിന് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. 4, മറ്റുള്ളവരുമായി ആത്മീക കൂട്ടായ്മയിൽ ഞാനും നിങ്ങളും സജീവമായി ബന്ധപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ബലപ്പെടാൻ പോകുക, നിങ്ങൾ ശക്തരാകാൻ പോകുക, നിങ്ങൾ ശക്തീകരിക്കപ്പെടാൻ പോകുക. ഇങ്ങനെ നിങ്ങൾ ശക്തീകരിക്കപ്പെട്ടാൽ സ്തോത്രം, നിങ്ങളുടെ ജീവിതം ജയകരമായൊരു ജീവിതമാകാൻ പോകുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിലയേറിയ വചനം ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. കർത്താവെ, ഈ അന്ത്യകാലത്ത് ഞങ്ങൾക്ക് ആത്മശക്തി ആവശ്യമാണെന്നും ഈ ആത്മശക്തി ഞങ്ങൾ എങ്ങനെ പ്രാപിക്കണമെന്നും കർത്താവ് ഞങ്ങളോട് വചനത്തിലൂടെ ഇടപെട്ടല്ലോ. കർത്താവെ, പ്രാർത്ഥനയിൽ അവിടുത്തെ മുഖം അന്വേഷിക്കുവാൻ സ്തോത്രം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ വസിക്കുവാൻ, അങ്ങയോട് ചേർന്നിരുന്ന് സംസാരിപ്പാൻ, സ്തോത്രം ആത്മബലത്തിന് വേണ്ടി കരയുവാൻ ഒരു വലിയ കൃപ നൽകണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് പിന്നെ സംസാരിച്ചു. അങ്ങയുടെ വചനം ഞങ്ങളിൽ വസിക്കണം. അങ്ങയുടെ വചനത്തിന് ഞങ്ങൾ ഇടയുണ്ടാകണം. അങ്ങയുടെ വചനം ഞങ്ങളിൽ വ്യാപരിക്കണം. ശത്രുവിന്റെ കോട്ടകളെ പരാജയപ്പെടുത്തുവാൻ, അവന്റെ വെല്ലുവിളികളെ പരാജയപ്പെടുത്തുവാൻ അങ്ങയുടെ വചനം ഞങ്ങളിൽ വസിക്കട്ടെ. വചനം വായിക്കാൻ, ധ്യാനിക്കാൻ, ആ വചനം അനുസരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. കർത്താവെ, അങ്ങ് വിശുദ്ധനാകിയാൽ ഞങ്ങൾ വിശുദ്ധരാകണം. അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവസാന്നിധ്യം ഞങ്ങളുടെ അടുത്ത് വരില്ല. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വാക്കിലും നടപ്പിലും ചിന്തയിലും പ്രവൃത്തിയിലും സമസ്ത മേഖലകളിലും വിശുദ്ധീകരിക്കപ്പെട്ടൊരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, സ്തോത്രം. അവസാനമായി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളുടെ ആത്മീയ കൂട്ടായ്മകൾ, ഞങ്ങളുടെ സഭായോഗങ്ങൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. അവിടെയുള്ള പ്രാർത്ഥന, ആരാധന, വചന ശുശ്രൂഷ, കൂട്ടായ്മകൾ, കർത്താവെ സ്തോത്രം, അത് ഞങ്ങളെ ബലപ്പെടുത്തുന്നതാണെന്നും അത് ഞങ്ങളെ ശക്തീകരിക്കുന്നതാണെന്നും സംസാരിച്ചല്ലോ. ഞങ്ങളുടെ കൂട്ടായ്മകൾ അങ്ങനെയുള്ളതായി മാറട്ടെ. ആത്മസാന്നിധ്യത്തിന്റെ പകർച്ചയുടെ കേന്ദ്രമായി മാറട്ടെ. ആമേൻ. ഞങ്ങളുടെ കൂട്ടായ്മകൾ ആത്മബലത്തിന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളായി മാറട്ടെ. കർത്താവെ, ഇന്ന് അങ്ങയുടെ വചനം കേട്ട സകല ജനത്തെയും അങ്ങ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം പറയുന്നു. ദൈവത്തിന്റെ ഹിതമെങ്കിൽ നാം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ് വായിച്ചത്. തുടർന്ന് 20-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ആത്മീക പോരാട്ടത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗമായ
ദൈവശക്തി പ്രാപിക്കുക, ആത്മബലം, കർത്താവിന്റെ ബലം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. നാളെ നമ്മുടെ ശത്രുവിനെ അറിയുക, തുടർന്നുള്ള ആത്മീയ പോരാട്ടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ഒരുമിച്ചുണ്ടാകണം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.